ഹലോ ഓൾ വെൽക്കം ടു ചാനൽ മല്ലുന സിംഗപ്പൂർ. ഞാനത് കൃഷ്ണ. സോ CBT എക്സാംസിനകത്ത് അപ്ഡേറ്റ്സ് വരുത്തിയിട്ടുണ്ടോ? അതെ, അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. UK NMC CBTയുടെ എക്സാമിൽ NMC ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റ്സ് വരുത്തിയിട്ടുണ്ട്. അതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. 24 ജൂൺ 2024 തൊട്ടാണ് ഈ ഒരു റീസെൻറ്റ് അപ്ഡേറ്റ് NMCയുടെ CBT എക്സാമിന് ആപ്ലിക്കബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അത് വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു ട്രയലിങ്ങിന് വേണ്ടിയിട്ട്. കാര്യം എപ്പോഴും NMC ഇതേപോലത്തെ അവരുടെ കോമൺ എക്സാംസിൻ്റെ തന്നെ അതിൻ്റെ ഒരു വാലിഡിറ്റിയും അത് എത്രത്തോളം നന്നായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി എക്സാംസിൻ്റെ കൂടെ തന്നെ ഈ ഒരു ട്രയലിംഗ് പ്രോജക്റ്റ് നടത്താറുണ്ട്. ഓൾവേസ് ഇത് എപ്പോഴും നടക്കുന്നതാണ്. ഒരു 2 വർഷമോ 3 വർഷമോ കൂടുന്തോറും എപ്പോഴും ഈ ഒരു ട്രയലിംഗ് പ്രോജക്ട്സ് നടക്കാറുണ്ട്. ഇതിന് മുന്നേയും ഇതേപോലെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. സെയിം കാര്യം തന്നെ NMC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ നിങ്ങളൊന്നും ഇതിനകത്ത് പാനിക് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ കുട്ടികളെല്ലാവരും തന്നെ ചോദിച്ച ഒരുപാട് എൻക്വയറീസ് ആണ് വരുന്നത്. പുതിയ NMCയുടെ CBT ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയോ, മൊഡ്യൂൾസ് എല്ലാം മാറിയോ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഒരു പുതിയ ഇപ്പോൾ കാര്യം NMCയുടെ കോഡർ നിങ്ങൾക്കറിയാം അല്ലേ. CBT എക്സാം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പേഷ്യൻറ്റ് സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ UKയിലുള്ള NMCയുടെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസും ഗൈഡ് ലൈൻസ് നിങ്ങൾ പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാം ത്രൂ ഇവിടുത്തെ തിയറി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയാനായിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് നോർമലി. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ട്രയലിംഗ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത് തന്നെ നിങ്ങളുടെ നോർമൽ ഇപ്പോൾ തന്നിട്ടുള്ള ടൈമിങ്ങിൽ തന്നെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു എക്സ്ട്രാ ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ റോങ് ആയിട്ടോ അല്ലെങ്കിൽ ശരിയായിട്ടോ മാർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു രീതിയിൽ നിങ്ങളുടെ സ്കോറിനെ എഫക്റ്റ് ചെയ്യത്തുമില്ല. നിങ്ങളെ നോർമൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എന്താണോ വന്നിട്ടുള്ളത് ആ ഒരു സംഭവമായിരിക്കും നിങ്ങളുടെ സ്കോറിനെ കോമൺലി എഫക്റ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ ഫെയിലിയർ റേറ്റോ അല്ലെങ്കിൽ സക്സസ് റേറ്റോ ഒന്നും തന്നെ ഈ ഒരു ട്രയലിംഗ് പ്രോജക്ട്സിൽ ഉണ്ടായിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ വെച്ചിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇതൊരു ട്രയലിംഗ് പ്രോജക്റ്റ് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ഓൺ ചെയ്യും. അത് ന്യൂമറസിക്കകത്താണെങ്കിലും ശരി, നിങ്ങളുടെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസിനകത്താണെങ്കിലും ശരി, കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ഓൺ ചെയ്ത് വരുന്നതാണ്. അത് ഇനി അപ്കമിങ് ടൈമിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇമ്പ്രൂവ് ആക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ ടൈം അപ്ഡേറ്റ് ചെയ്യണോ, ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടൈം കുട്ടികൾക്ക് കൊടുക്കണോ, അത് ഈ ടൈമിനുള്ളിൽ അവർക്ക് തീർക്കാൻ പറ്റുന്നുണ്ടോ, ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻസ് ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. കാര്യം ഇവർക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾക്കറിയാം കോമ്പറ്റീഷൻ ഒരുപാട് കൂടുതലാണ്. ആൻഡ് ഈ ഒരു പേഷ്യൻ്റ് സേഫ്റ്റി എന്ന് പറയുന്ന കൺസേൺ അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ഈ തിയറി നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നു, ആ പഠിച്ച തിയറി നിങ്ങൾക്കൊരു സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇവർക്ക് അറിയേണ്ടത്. ഈവൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ തന്നെയും ഒരുപാട് രീതിയിൽ മാറിയിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സംഭവങ്ങളുടെ കാലം കഴിഞ്ഞു. ഇപ്പം എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള കോർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നതെല്ലാം തന്നെ. അപ്പം അത് തന്നെയാണ് CBTയിലും ഇപ്പോൾ ഇവർ ട്രൈ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ അപ്ഡേറ്റോ പുതിയ മെറ്റീരിയൽസോ പുതിയ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന തിയറിയുടെ ടോപ്പിക്കിനെ അവരൊരു സെനാരിയോ ബേസ്ഡ് ആക്കി ആപ്ലിക്കേഷൻ ലെവലിൽ നോർമലി നമ്മളൊരു NCLEX RN ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് മാറ്റിക്കൊണ്ട് വരികയാണ്. ആൻഡ് ഗ്രാജുവലി ആ ഒരു രീതിയിലോട്ട് തന്നെ മാറുകയും ചെയ്യുന്നതല്ല. അപ്പം നിങ്ങൾ തിയറി നന്നായിട്ട് പഠിച്ചു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഞാൻ പറഞ്ഞത് നമ്മുടെ MNC അക്കാഡമിയിലുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് എല്ലായിടത്തും തന്നെ നമ്മൾ ആ ഒരു രീതിയിലാണ് അവർക്ക് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിലാണെങ്കിലും കുറേ ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ അതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫർദർ അസിസ്റ്റൻസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടാതെ പോയി, ഇനി നിങ്ങൾക്ക് 2 അറ്റംപ്റ്റേ ബാക്കിയുള്ളൂ എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു അസിസ്റ്റൻസ് സീക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ MNCയുടെ തന്നെ ഫ്രീ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിലുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനകത്തും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ മാക്സിമം നടത്തുന്നുണ്ട്. ഓരോ ദിവസം 2-3 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കുട്ടികൾക്ക് നിങ്ങളുടെ ഗ്രാസ്പിംഗ് ലെവൽ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ആ ഒരു തിയറി ബേസിക് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ ഇത്രയും നാൾ വന്നിട്ടുണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കും. UKയുടെ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് സമയം കാണില്ല, അതിനൊരു ഡെഡിക്കേറ്റഡ് ടൈം നിങ്ങൾക്ക് വേണം. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് നിങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറയാം, നിങ്ങളൊരു അസിസ്റ്റൻസ് സീക്ക് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഇല്ല, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് സ്വന്തമായിട്ട് പഠിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രീ ഡിസ്കഷൻ ഗ്രൂപ്പിലും നമ്മൾ അയച്ചു തരുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് ഫ്രീ ഡിസ്കഷൻ മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കാര്യം ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് ഒരുപാട് തിയറി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ NMCയുടെ CBT എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടി എല്ലാവരും ഒന്ന് റീഅഷ്യൂർ ചെയ്ത് പറയുകയാണ്. ഇതെന്ന് പറയുന്ന ഒരു ട്രയലിംഗ് പ്രോജക്റ്റാണ്. 24 ജൂൺ 2024 തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത്. ഇനി കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് നിങ്ങൾക്ക് ഇതേപോലത്തെ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾക്കിത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും അത് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ്ഡ് അപ്പ് ആയിരിക്കും, നിങ്ങൾക്ക് അറിയാനും സാധിക്കില്ല. പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു പോകുക, അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ കൈൻഡ് ഓഫ് ഒരു ആപ്ലിക്കേഷൻ ലെവൽസോ അല്ലെങ്കിൽ ഇത്തിരി കുറച്ച് കടുകട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലോ അത് മിക്കവാറും ചിലപ്പോൾ ഇതേപോലെ ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ട്രയലിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് നമുക്ക് അതിനകത്ത് അറിയാൻ സാധിക്കില്ല. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡഡ് ഓൺ എന്നുള്ള രീതിയിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ മാർക്കിനെ എഫക്റ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് മാർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്യാം. അതിൻ്റെ പാസിംഗ് സ്കോഴ്സും പാസിംഗ് മാർക്സും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കയറി കാണുക. ആസ് എ ബിഗിനറായിട്ട് നിങ്ങൾ CBT എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. ആൻഡ് ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വരുന്നുണ്ടായിരിക്കും യൂട്യൂബ് ചാനലിൽ. ഫ്രീ ആയിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മുടെ CBT ഗ്രൂപ്പിലുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉള്ളത്. നിങ്ങൾക്ക് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്തായാലും. ഓക്കെ, പിന്നെ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ MNC അക്കാഡമിയുടെ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ള കാര്യം. ഒരുപാട് പേർക്ക് അറിയാം, പക്ഷേ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ നോർമലി 12 ഡേയ്സിൻ്റെ 12 ദിവസത്തെ ക്ലാസ് മാത്രമാണ് CBTക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. അതിനകത്ത് A പാർട്ട് ന്യൂമറസിയും B പാർട്ട് ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടും എല്ലാം അതിനകത്ത് കംപ്ലീറ്റ്ലി കവേർഡ് ആയിരിക്കും. ഒത്തൻറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസും നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സും ആയിരിക്കും നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്. എല്ലാ ക്ലാസ്സും തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഞാനായിരിക്കും പേഴ്സണലി. ആൻഡ് ഇതെല്ലാ ക്ലാസ്സസും എല്ലാം നിങ്ങൾക്ക് 1-to-1 ക്ലാസ്സസ് ആയിരിക്കും വരിക. ഇനി നിങ്ങൾക്ക് അതിന് സമയമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ റെക്കോർഡ് സെഷൻ മാത്രം മതി, നിങ്ങൾക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സമയമുണ്ട് സ്വന്തമായിട്ട് പഠിക്കാനെങ്കിൽ CBTയുടെ റെക്കോർഡ് സെഷൻ വേണമെങ്കിൽ മാത്രം എടുക്കാം. അതിനൊക്കെ വളരെ ചെറിയ എമൗണ്ടിലായി. കാര്യം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പാക്കേജസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ 1-to-1 ക്ലാസ്സസോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പഠിക്കുന്ന ലെവൽ കാര്യങ്ങളെല്ലാം കുറച്ച് പുറകിലാണ്, നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു അസിസ്റ്റൻസ് നേടുക. അതിൻ്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾ എടുക്കുക. ഈ 12 ദിവസത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് തുടങ്ങി 12 ദിവസത്തിൽ തീർക്കാനല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോൾ എക്സാം ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണ്, ഇപ്പോൾ ഒരു മാസത്തിലാണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചോ, ആ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ക്ലാസ്സസ് എടുത്ത് തീർത്താൽ മതി. നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുക. എന്നാണോ നിങ്ങൾക്ക് ഓഫ് ഡേ ഉള്ളത് ആ ദിവസങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. അത് ഒരു ദിവസം മുന്നേ 2 ദിവസം മുന്നേ നമ്മുടെ അതാത് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്ന മെൻറ്റേഴ്സിൻ്റെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് 1-to-1 സെഷൻ ആയിരിക്കും അറേഞ്ച് ചെയ്യുക. നമ്മൾ ഗ്രൂപ്പ് ക്ലാസ്സസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം 1 മണിക്കൂർ, ഓരോ ക്ലാസ്സും 1 അവറോ ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ക്വയറീസ് ക്ലിയർ ചെയ്യുന്നതനുസരിച്ചായിരിക്കും. ഇനി ഈവൻ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മെൻറ്റേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു CBTയുടെ എക്സ്ക്ലൂസീവ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ ഈ MNC അക്കാഡമിയിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടാണ് നിങ്ങൾ CBT എടുക്കുന്നതിനോടൊപ്പം തന്നെ എന്തായാലും. ഓക്കെ, പിന്നെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ A പാർട്ട് ക്ലിയർ ചെയ്ത് ഒരുപാട് കുട്ടികൾ സ്വന്തമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് പഠിച്ചിട്ട് ന്യൂമറസി കിട്ടിയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് B പാർട്ട് മാത്രം എടുക്കുന്നതിന് 10 ദിവസത്തെ ക്ലാസ് വരത്തുള്ളൂ. 12 ദിവസം എടുക്കേണ്ട ആവശ്യമില്ല. അതിന് പേയ്മെൻറ്റ് വീണ്ടും കുറവായിരിക്കും വരിക, അല്ലെങ്കിൽ ആ കോഴ്സ് പാക്കേജ് എമൗണ്ട് വീണ്ടും കുറവായിരിക്കും. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് സെഷൻസ് മാത്രം എടുത്താൽ മതി നിങ്ങൾക്ക് B പാർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിന് 3 പ്രാവശ്യമേ അറ്റംപ്റ്റ് ഉള്ളൂ. 3ാമത്തെ പ്രാവശ്യം അറ്റംപ്റ്റ് കഴിയണേ പിന്നെ 6 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾ എടുത്ത് കളയരുത്. എന്തായാലും ഒരു തവണ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ, സെൽഫ് പ്രിപ്പയർ ചെയ്ത് കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ക്ലാസ്സോ ഒരു അസിസ്റ്റൻസോ തേടുക. അത് നമ്മൾ MNC അക്കാഡമി ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നിങ്ങളൊരു ക്ലാസ് എടുക്കുക എന്തായാലും. ഇപ്പോൾ MNC അക്കാഡമീനെ പറ്റി ഞാൻ പറയാനുള്ള മെയിൻ റീസൺ വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്നത് UK ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം എന്താണോ, കാര്യം അത് ഞാൻ പറഞ്ഞു, ഓരോ ക്ലാസ്സസും കോഴ്സസും സൂപ്പർവൈസ് ചെയ്യുന്നത് നമ്മുടെ UKയിലുള്ള മെൻറ്റേഴ്സ് ആയിരിക്കും സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് നാട്ടിലുള്ളവരാണെങ്കിലും UKയിലുള്ളവരാണെങ്കിലും പഠിപ്പിക്കുന്ന എല്ലാം തന്നെ ക്ലിയർലി UK സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമ്പിൾ സഹിതമായിരിക്കും നമ്മുടെ മെൻറ്റേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന മെൻറ്റേഴ്സ് എല്ലാവരും തന്നെ ഇവിടെ NHSൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, ഇപ്പോൾ എൻ്റെ ഒരു 4 to 5 years ഓഫ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഇൻ UK ആണ് നമ്മുടെ മെൻറ്റേഴ്സിന് എല്ലാവരും തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതും അവർ നിങ്ങൾക്ക് 1-to-1 ആയിട്ട് പറഞ്ഞു തരുന്നതും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കാനും നോക്കുക അതിനകത്ത്. പിന്നെ ഞങ്ങൾ അയച്ചു തരുന്ന മെറ്റീരിയൽസ് ആവട്ടെ, ഗ്രൂപ്പിലുള്ള ഡിസ്കഷൻ, ഡെയിലി വരുന്ന ക്വസ്റ്റ്യൻസ് ആവട്ടെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുന്നേ ഈ 10-12 ദിവസത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ 10 ദിവസം വരെ നമ്മൾ 1 to 10 days തിയറി സെഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുകയും 11th and 12th ഡേയിൽ നിങ്ങൾക്ക് എക്സാംസിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അതേ സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുമായിട്ട് ആ 11 and 12th ഡേയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ആ 2 മണിക്കൂർ എന്ന് പറയുന്നത് ഫുൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് മാത്രമായിരിക്കും. ഏകദേശം ഒരു 100 to 150 ക്വസ്റ്റ്യൻസ് ആ 2 ദിവസങ്ങൾ നമ്മൾ പഠിപ്പിച്ച് തീർക്കും. മനസ്സിലായോ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്യുവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഡേറ്റ് എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ കൺസേൺ
നിങ്ങളുടെ ഒരു ഡേ ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അഡ്മിഷൻ നോർമലി പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. കാര്യം നിങ്ങൾ ഡേറ്റ് എടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസമെങ്കിലും നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്, നിങ്ങളെ പഠിപ്പിച്ച് തീർക്കാനുണ്ടെങ്കിലേ നമ്മൾ അഡ്മിഷൻ എടുക്കാറുള്ളൂ. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇനി നിങ്ങൾ ഡേറ്റ് എടുത്തിട്ടില്ല, ഇൻവിറ്റേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം നോർമലി ഒരു 5 to 6 days നമ്മൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ബൂസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡേറ്റ് എടുക്കാനായിട്ട് നോക്കുക. എനിവേ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്മിഷൻസ് എടുക്കാറുള്ളൂ നോർമലി എന്തായാലും. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ അക്കാഡമിക് ലീഡ്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടീമും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് ആണെങ്കിലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു രീതിയിൽ നിങ്ങളുടെ മാർക്സിനെ അഫക്റ്റ് ചെയ്യത്തില്ല, പക്ഷേ ഒരു ട്രയലിംഗ് പ്രോജക്റ്റ് ആണ്. പക്ഷേ കണ്ടിന്യൂയിങ് ഫേസിൽ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ചിലപ്പം അവരിത് ആപ്ലിക്കേഷനിലോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുപോലത്തെ എന്ത് അപ്ഡേറ്റ്സ് CBT റിലേറ്റഡ് ആവട്ടെ അല്ലെങ്കിൽ OET റിലേറ്റഡ് ആവട്ടെ, ഓസ്കിയുടെ ആവട്ടെ, ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളാവട്ടെ, എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു മല്ലു നഴ്സിംഗ് കപ്പിൾ യൂട്യൂബ് ചാനലിലോ നമ്മുടെ വാട്സപ്പ് ചാനലിലോ ഇൻസ്റ്റാഗ്രാം ചാനലിലോ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും റെഗുലറായിട്ട്. നിങ്ങൾക്ക് അതെല്ലാം തന്നെ ഫോളോ ചെയ്യാം. അപ്ഡേറ്റ്സ് ഒന്നും തന്നെ നിങ്ങൾ മിസ്സാവില്ല. ഞാൻ എപ്പോഴും കുട്ടികളത് പറയുന്ന കാര്യങ്ങളാണ്. കാര്യം ഒരുപാട് പേര് നമ്മൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും സംഭവം എന്താണ് എക്സാക്ട്ലി നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് വന്നു പോയതവർ പിന്നീടായിരിക്കും അറിയുന്നത്. അപ്പോൾ ഈ NWLൻ്റെ ഇൻ്റർവ്യൂസ് ആവട്ടെ, നോർക്കേഡ് ആവട്ടെ, നമ്മൾ ഒരുപാട് മുന്നേ തന്നെ വാട്സപ്പ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ ഈ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരത് കണ്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ കാറ്റഗറിയിൽ വരുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ഈ കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവർക്കും ഈ ഒരു ചാനലോ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസോ വീഡിയോസോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെയും നമ്മുടെ വെബ്സൈറ്റിൽ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ സൈൻ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഇമെയിലായിട്ട് നോട്ടിഫിക്കേഷൻസ്, ഇൻ്റർവ്യൂ അപ്ഡേറ്റ്സ് വന്നാലും ഇതുപോലത്തെ NMCയുടെ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇതിനെപ്പറ്റി റിലേറ്റഡ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള CBT, OET, ഓസ്കിയുടെയും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അപ്ഡേറ്റ്സ് എല്ലാം കിട്ടുകയും ചെയ്യും എന്തായാലും. ഓക്കെ, അപ്പോൾ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദു കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.